ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ തലേന്ന് ഞങ്ങളുടെ സത്യത്തിൽ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ സ്റ്റാർ പോലും ഇട്ടത് ഇന്നാണ്. ആ സ്റ്റാർ ഇട്ടതിൻ്റെ തിളക്കമാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ, ഡോറ, കുട്ടികൾ, ഗബ്രൂട്ടൻ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ മുറ്റത്ത് നിന്ന് ഈ സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഒരാൾ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഗബ്രു, സ്റ്റാർ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾ വേണ്ട സ്റ്റാർ ഇട്ട് അവിടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന നീല കളർ അടിക്കുന്നത് ഞങ്ങളുടെ പഴയ സ്റ്റാറാണ്, കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റാറാണ്. ഇത് രണ്ടുമാണ് ഇപ്പം നമുക്ക് മേടിച്ചെന്ന സ്റ്റാർ. പിന്നെ ഞങ്ങളുടെ പുൽക്കൂടാണ് ദേ ഈ കാണുന്നത്. യോ ദേ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ദേ അതെന്താ നിന്നെ കാണിച്ചാല്? കൊമ്പല്ലി ഒടിഞ്ഞു കിടക്കുന്ന, വേറൊന്നുമല്ലല്ലോ. ഷോൾ ഇട്ടിട്ടില്ല, അതിൻ്റെ നാണക്കേട്. അയ്യോ, ചിരിക്കാൻ വയ്യ, ചിരിച്ചപ്പോൾ ചുമ. ഇത് ഞാനും പ്രിൻസിയും കൂടെ ഒരുക്കിയ ഒരു ചെറിയ പുൽക്കൂടാണ്. ഈ രൂപമൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തിൽ ഞങ്ങൾ മേടിച്ചിരുന്ന രൂപങ്ങളാണ് ഇതെല്ലാം. ഉണ്ണീഷ വെച്ചിട്ടില്ല. ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തെ ഉണ്ണീഷ വെക്കാൻ വേണ്ടി. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ ഇത് ഞാനും പ്രിൻസിയും കൂടെ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ ഒക്കെയാണ് കഴിഞ്ഞ പോലെ നമുക്ക് ഉണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ. പക്ഷെ അത് സാധനങ്ങളൊക്കെ പറക്കിയിട്ട് എവിടെയാണെന്നും നമുക്ക് അറിയത്തില്ല, എവിടെയൊക്കെയോ പോയി. അപ്പം ക്രിസ്മസ് ട്രീ മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തെ ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എന്തായാലും ക്രിസ്മസ് ട്രീ ഒന്നും മേടിച്ച് നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മടൽ വെട്ടി 4ആയിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഞങ്ങൾ കണ്ട് ഈ സാധനം ഇങ്ങനെ ചുറ്റിരിക്കുകയാണ്. ഇതെല്ലാം പച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തോരണം കിട്ടുമല്ലോ, ആ തോരണം അങ്ങനെ ചുറ്റിയിട്ട് അതിനകത്ത് ഞങ്ങളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ. മോളെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്, വല്യമ്മയ്ക്ക് കൊടുക്ക്. പിന്നെന്ത് പ്രശ്നം? അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീയും ഈ പുൽക്കൂടൊക്കെ ആണെങ്കിൽ കുറേ നാളിന് മുമ്പ്, എനിക്കൊന്നും ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് പപ്പ പണിഞ്ഞ പുൽക്കൂടായത്. എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ പുൽക്കൂട് വെച്ചിട്ടാണ് ഇതിനകത്ത് അലങ്കരിക്കുന്നത്. ഇത് ക്രിസ്മസ് കഴിയുമ്പോഴത്തെ നമ്മൾ ന്യൂ ഇയർ ഒക്കെ കഴിയുമ്പോഴത്തെ ഞങ്ങളിതെടുത്ത് ഒതുക്കി അലമാരിയുടെ മേളിൽ കയറ്റി വയ്ക്കും. ക്രിസ്മസ് കൂടിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഗബ്രൂട്ടിന്റെ ആദ്യത്തെ ക്രിസ്മസ് കേട്ടോ. ഇവിടെ ഭയങ്കര ലൈറ്റ് കേട്ടോ. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ എന്തുവാ ഇവിടെ നടക്കുന്നു, എന്താ സംഗതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഗബ്രൂച്ചേ, മോൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, എങ്ങനെയുണ്ട് ലൈറ്റ്? സ്റ്റാറൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റാർ എങ്ങനെയുണ്ട് പറ. ഞാൻ തന്നെ ഒരു സ്റ്റാർ അല്ല അബ്ബ. അവള് ഷോള് തയ്ക്കാൻ പോയത്. എടി അലമാരിക്കകത്തുണ്ടല്ലോ ഷോള്. അവളുടെ മുന്നിൽ കിടന്ന് അവള് കാണത്തില്ല, അവളോട് ആ ഷോള് തപ്പാൻ പറഞ്ഞു വിട്ടെ. ഇവിടെ ഇരുന്നോണ്ട് കുറ്റം പറയാ കൊച്ചിനെ, എന്ത് ചെയ്യാനായിട്ടാ? ഏതോ കാണിച്ചേ. എനിക്കറിയായിരുന്നു, അതുകൊണ്ടാ എനിക്ക്. അയ്യോ, 2014 അല്ലെ 2024 ചളിഞ്ഞ കോമഡി. പോവല്ലേ? ആര്, നീയോ? അപ്പോ ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് ആണ് കേട്ടോ. കുഴപ്പമില്ല, അങ്ങ് എടുത്താൽ മതി. ഇനി നാളെ നാസിയും ഷെമിയും എല്ലാം ഇങ്ങോട്ട് വരും. അപ്പം അന്നേരം നമുക്ക് ചെറിയൊരു സദ്യ പോലെ ഒരുക്കി എല്ലാവർക്കും കൊടുക്കണം. സദ്യ അല്ല, ചെറിയൊരു നോൺ വെജ് ആണെന്ന് തീരുമാനിച്ചോ? നോൺ വെജ് ഞങ്ങളുടെയൊക്കെ അവിടെ അയ്യോ, ഒന്നുമില്ല, ഇവിടെ ഒരു മുഴ, ഇവിടെ ഒരു മുഴ, വേറൊന്നുമില്ല. കറക്റ്റ് ഉമ്മച്ചിക്കുട്ടിയായിപ്പോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നോൺ വെജ് തന്നെയാ. കള്ളപ്പം, പോർക്ക്. പോർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് ചെയ്യാൻ, മേടിക്കാൻ കിട്ടത്തില്ല ഇവിടെ ഒന്നും മേടിക്കാൻ കിട്ടത്തില്ല. കള്ളപ്പം, പോർക്ക്, ചിക്കൻ, കപ്പ.
അതൊക്കെ കാശിയറുടെ വീട്ടില് കള്ളപ്പം, പോർക്ക്, ചിക്കൻ, കപ്പ ഇത്രയൊക്കെ മേടിക്കുന്നത് കാശിയറുടെ വീട്ടില്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആ ഭാഗത്തോട്ടൊക്കെ നമ്മുടെ ഇവിടെ അങ്ങനൊന്നുമില്ല. ഒന്നെങ്കിൽ ചിക്കൻ മേടിക്കും ഉച്ചക്കത്തേക്ക്, അല്ലെ ബീഫ് മേടിക്കും. രാവിലെ എന്തെങ്കിലും കാപ്പിക്ക് എടുക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കള്ളപ്പം, പന്നിക്കറി ആയിരിക്കും. കാശിയർ ഉച്ചക്കത്തെന്ന് പറയുമ്പോ ചോറ്, മീൻകറി, ബീഫ് കറി, പിന്നെ അവിയല്, സാമ്പാറ്, മോരുകറി, അങ്ങനെ എന്തെങ്കിലും. പിന്നെ അത്താഴത്തിന് ഇതെല്ലാം കൂടെ മിക്സ് ആയിരിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണക്കാര്, പാവത്തങ്ങള്. ഗബ്രു ഗബ്രു എന്താ എന്താ ഗബ്രുവിന് എവിടെ നോക്കണം എന്നറിയത്തില്ല. ചുറ്റിനും ലൈറ്റ് കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും ലൈറ്റ് കിടന്ന് തിളങ്ങും. അത് കാരണം ഗബ്രുവിന് എവിടെ നോക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയാൻ വയ്യ. മൊത്തത്തിൽ ലൈറ്റ് വെട്ടം. ഇത് ഞങ്ങളുടെ മുറ്റം കേട്ടോ. ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഡോറയുടെ ബുള്ളറ്റാണ് ആ വൈറ്റ് കളറിൽ കാണുന്നുണ്ടല്ലേ. ഡോറയുടെ ബുള്ളറ്റ് ആ വൈറ്റ് കളറിൽ കാണുന്നത്. ഗബ്രു ആണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ എന്തോ പറയണമെന്നറിയില്ല. എന്തോ പറയണമെന്നറിയില്ല. ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടെ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഞാനും ഗബ്രൂട്ടനും പ്രിൻസും എല്ലാം പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നേ. എടി പറഞ്ഞു പറ്റിക്കെന്ന് പറയാ. എന്താ ഇത് കഴിഞ്ഞത് ഇപ്പഴാർക്കില്ലേ? 11 മണിക്ക് കുഞ്ഞുങ്ങളായിട്ട് ഞാൻ എങ്ങനെ പോകുന്ന ഈ പറയുന്നത്? എന്തോ ചെയ്യാനായിട്ട് ഈ 2 പൊടിക്കുട്ടികളെയും ഗബ്രൂട്ടനുമായിട്ട് ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് പള്ളിയിലേക്ക്. ഈ രാത്രി 11 മണിയാകുമ്പോൾ കുട്ടികളായിട്ട് ഞാൻ എങ്ങനെ പോകും? പറഞ്ഞാൽ മനസ്സിലാവണ്ട. എന്ത് ചെയ്യാനാ? ചുമ്മാതെ ഞാൻ വൈകിട്ട് പോകണം വിചാരിച്ചിരുന്നേ. പക്ഷെ എനിക്ക് ഒരിടത്ത് പോകണമായിരുന്നു. ഞാൻ രാത്രിയിലല്ല, വൈകിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ 12 മണിക്ക് നമ്മളും പോകും. പക്ഷെ വൈകിട്ട് ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചിരുന്നത്. ഞങ്ങളുടെ അങ്ങനെ ഇത് ഒരുക്കിയിട്ട് പുൽക്കൂട് ഒരുക്കിയിട്ട് കുറെ ദിവസമായി. ഒരാഴ്ചയോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ചേച്ചി വന്ന് സാധനം തന്നതിന്റെ പിറ്റേ ദിവസം കണ്ട് ഇല്ലേ? ആ ചേച്ചി സാധനം തന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ ഒരുക്കില്ല പുൽക്കൂട്. പിന്നെ ഇതൊക്കെ ഇന്നിട്ടതേ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഞാൻ ഈ സ്റ്റാറൊക്കെ ഗബ്രൂട്ടൻ ഭയങ്കര കരച്ചിൽ. എന്താണെന്ന് അറിയത്തില്ല. അപ്പോ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മള് ഹോം ടൂർ ഒന്ന് ചെയ്യുന്നത്. ഹോം ടൂർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഒരു റൂമല്ലേ ഉള്ളൂ. ഇതിലിട്ട് ഹോം ടൂർ എന്ത് ചെയ്യാനായിട്ടാ? പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ റൂമിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്, എന്ത് രീതിയിലാണെന്നൊക്കെ വെച്ചോണ്ട് നമുക്കൊരു കെട്ടിപ്പിടിക്ക്. അപ്പം ഹോം ടൂർ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ലെങ്ത് ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ചെറിയൊരു വിശേഷങ്ങൾ നമ്മൾ അതിൻ്റെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സ്നേഹം കൂടെ ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ ബൈ. അവിടുന്ന് ഒരു ബൈ വന്നിട്ടുണ്ടേ.